പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഭൂരിഭാഗം ആളുകളും പല രോഗങ്ങളും പല വേദനകളും അനുഭവിക്കുന്നവരാണ്. എന്നാലോ ഒരു മരുന്നില്ലാതെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മുടെ മാനസിക പ്രയാസങ്ങളും ശാരീരിക വേദനകളും, അത് പല സ്ഥലത്തും വേദന ഉണ്ടാകാം, ഈ വേദനകളെല്ലാം റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി ഒരു അടിപൊളി റെമഡി ഉണ്ട്. ഒരു ചിലവ് മുടക്കില്ല എന്ന് മാത്രമല്ല, നമുക്ക് വേറെയും ഗുണങ്ങൾ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും വലിയ വഴിയാണ്. ഏതാണ് ആ വഴി? അതിനെന്താ ചെയ്യേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്ക് അൻവാർ ഫജൻ്റെ കുടുംബം, ക്ലാസ് കേൾക്കുന്ന, കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന രോഗങ്ങൾക്ക് നമ്മൾ എങ്ങനെയെങ്കിലും അത് ശമനം കിട്ടാൻ വേണ്ടി, രോഗം മാറാൻ വേണ്ടി പല നിലക്കുമുള്ള ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെടുന്നവരാണ്. പല മെഡിസിൻസും നമ്മൾ കഴിക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെ മരുന്ന് അല്ലെങ്കിൽ രോഗത്തിനേക്കാൾ നമുക്ക് ഭയപ്പാടാണ്. യഥാർത്ഥത്തിൽ രോഗത്തിനേക്കാൾ കൂടുതൽ പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത് ഈ കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് കൊറോണയേക്കാൾ കൂടുതൽ ഭയം തോന്നുന്ന ഒരു മേഖലയാണ് അതിനടുത്ത വാക്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. പല ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ പോലും സിമ്പിളായിട്ട് മാറിപ്പോകുന്ന ഒരു റെമഡിയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. സൈഡ് എഫക്റ്റ് 1% പോലും ഇല്ല എന്ന് മാത്രമല്ല, നമ്മുടെ രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മാനസിക പ്രയാസം, ശാരീരിക വേദനകൾ, ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മാനസികമായ പ്രയാസം, ടെൻഷൻ, അത് ആ ഒരു പ്രയാസം മാറിപ്പോകുക. അതേപോലെ തന്നെ ശാരീരികമായ പെയിൻ, വേദന, പല സ്ഥലത്തിലുള്ള ശരീരത്തിൻ്റെ പല ഭാഗത്തുള്ള വേദന, ഇതൊക്കെ മരുന്നില്ലാതെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ്, നേട്ടമാണ്. ഏതാണ് ആ മരുന്നെന്നറിയോ? ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തങ്ങൾ ഇവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവന്നൊരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഒരിക്കൽ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒരു കാര്യത്തെപ്പോലും നിങ്ങൾ വളരെ സിമ്പിളാണ്, നന്മയായ കാര്യങ്ങൾ അത് വലിയ ഗൗരവമുള്ളൊരു വിഷയമല്ലല്ലോ, അത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ലേ, ചെറിയൊരു പുണ്യമല്ലേ എന്ന് കരുതിയിട്ട് നിങ്ങൾ അതിനെ മാറ്റിവെക്കാൻ പാടില്ല, അതിനെ വില കുറച്ച് കാണാൻ പാടില്ല. എന്തുകൊണ്ട് നമ്മൾ വില കുറച്ച് കാണുന്ന ഈ ഒരു പുണ്യമുണ്ടല്ലോ, ആ പുണ്യം ഒരു പക്ഷേ അള്ളാഹു ഏറ്റവും കൂടുതൽ നമ്മിൽ നിന്നും ഇഷ്ടത്തോടെ സ്വീകരിക്കുന്ന കർമ്മങ്ങളായിരിക്കും. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന എപ്പോഴെന്നറിയോ? ആഖിറത്തിൽ നമ്മുടെ നന്മയുടെ റെക്കോർഡ്സുകൾ പരിശോധിക്കുന്ന വേളയിൽ അള്ളാഹു ഇത്ര മാർക്ക് ഇതിന് തന്നിട്ടുണ്ടോ റബ്ബേ എന്ന് തോന്നിപ്പോവും. അപ്പോൾ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയാണോ അത് ഒരു നിസ്സാരപ്പെട്ട ഒരു ചെറിയ സുന്നത്തല്ലേ, പുണ്യമല്ലേ, ഭൂരിഭാഗം ആളുകളും അത് എടുക്കുന്നവരല്ല, അത് നിസ്സാരമല്ലേ എന്ന് കരുതി നിങ്ങൾ ഒന്നിനെയും മാറ്റിവെക്കാൻ പാടില്ല. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്, അതായത് സ്വന്തം സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറച്ചിൽ പുണ്യമാണെന്ന് നമുക്കറിയാം, കൈപിടിക്കൽ മുസാഫഹത്ത് പുണ്യമാണെന്നറിയാം. പരസ്പരം സലാം പറയാൻ പറ്റുന്ന, കൈപിടിക്കാൻ പറ്റുന്നവർ തമ്മിൽ ഒരു കാര്യം കൂടെ ചേർത്തി കൊടുക്കണം. ആരാ? നീ നിൻ്റെ സഹോദരനെ കാണുമ്പോൾ, ഒരു സഹോദരി മറ്റു സഹോദരിമാരെ കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്നൊരു പ്രസന്നതയുണ്ടല്ലോ, ഒരു പുഞ്ചിരി. ആ പുഞ്ചിരി പ്രിയപ്പെട്ടവരെ ആണെങ്കിൽ പോലും ചുമ്മാ പുഞ്ചിരിക്കുക, അതിപ്പോൾ ഹജ്ജ് ചെയ്യുന്ന പോലെ കൂലി കിട്ടുന്ന കാര്യമല്ലല്ലോ എന്ന് കരുതി നിങ്ങൾ അവിടെ പിശുക്ക് കാണിക്കരുത്. അതുപോലും നിങ്ങൾ പരിഗണിച്ചു കൊടുക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായി ഹദീസുകളിൽ കാണുന്ന മഹാന്മാരായ സ്വഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, മാ റഅയ്തു വഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല,
ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കാൾ കൂടുതൽ മനോഹരമായ എപ്പോഴും പുഞ്ചിരിയായി നിൽക്കുന്ന വേറൊരാളെയും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ക്വാളിറ്റിയാണത്. പുഞ്ചിരിച്ച മുഖമായിരിക്കും എപ്പോഴും. ഏറ്റവും സൗമ്യമാണ്, ഏറ്റവും വിനയമാണ്, വളരെ സോഫ്റ്റാണ്. ആർക്കും സംസാരിക്കാൻ തോന്നുന്ന, ആർക്കും സ്നേഹിക്കാൻ തോന്നുന്ന, ആർക്കും ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ഫേസ് കട്ട് എപ്പോഴും ഉണ്ടാകുള്ളൂ. വിഷാദമായിട്ടിരിക്കുന്നൊരവസ്ഥയില്ല, നല്ല പുഞ്ചിരിക്കും തപസ്സുമായിരിക്കും. എപ്പോൾ ഇളം പുഞ്ചിരി എപ്പോഴും അവിടുത്തെ മനോഹരമായ ചുണ്ടുകളിൽ കവിൾത്തടത്തിൽ കാണാൻ പറ്റും. അങ്ങനെയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമ്മാ അങ്ങനെ പെരുമാറൽ മാത്രമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആറ്റിറ്റ്യൂഡായിട്ട് അങ്ങനെ പോകുകയല്ല, ഉമ്മത്തിനോട് പറയാണ് തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വദഖ. നീ നിൻ്റെ സഹോദരൻ്റെ മുഖത്തേക്ക് ഫേസ് ചെയ്യുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു കൊടുക്കുക. അത് മനസ്സിൽ നിന്ന് ആത്മാർത്ഥയുടെ ചിരിയായിരിക്കണം കേട്ടോ. ആ പുഞ്ചിരിച്ചു കൊടുക്കുന്നില്ലൊക്കെ സ്വതക്ക. നീ അത് നിൻ്റെ അധ്വാനം ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ വിയർപ്പിൻ്റെ ഗന്ധമുള്ള നിൻ്റെ സമ്പത്തെടുത്ത് നീ കൊടുക്കുന്നത് പോലെയാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചോക്കെ, അത് ദാനധർമ്മം ചെയ്ത പുണ്യമാണ്. പുഞ്ചിരി ഒരു ധർമ്മമാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്തു, അവിടെ നിന്ന് കിട്ടി തന്നു. രണ്ടു പേർക്കുണ്ടാകുന്ന ലാഭം എത്ര. അത് മനസ്സറിഞ്ഞിട്ട് അള്ളാഹു എൻ്റെ സഹോദരനാണല്ലോ, എൻ്റെ കൂട്ടുകാരനാണല്ലോ ഈ കാണുന്നത്, ആ ഒരു ചിരി, ആ ഒരു പുഞ്ചിരി, അത് കേവലം മുസ്ലിമീങ്ങൾ മാത്രം പരസ്പരം കാണുമ്പോൾ ഉണ്ടാകേണ്ടതല്ല. മനുഷ്യർ തമ്മിൽ, ഏതു മതക്കാരനും ഹൈന്ദവനെ കാണുമ്പോൾ ചിരിക്കുക, ക്രൈസ്തവനെ കാണുമ്പോൾ ചിരിക്കുക. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സഹോദര സമുദായത്തിൽപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ നമ്മളൊരു കുടുംബമാണ്. പരസ്പരം ചിരിക്കുക. ആ പുഞ്ചിരിക്ക് വല്ലാത്ത ദാനത്തിൻ്റെ കൂലിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ ആ ഒരു അത് മനസ്സറിഞ്ഞിട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ട് അവനെ കണ്ടുമുട്ടിയതിൽ അല്ലെങ്കിൽ അവനുമായി ആ കോണ്ടാക്റ്റിൽ നടന്നതിൽ വലിയ സന്തോഷം, റാഹത്ത്, അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ആ ഒരു പുഞ്ചിരി അത് മനസ്സിൽ നിന്ന് നമ്മൾ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയും ഒരു വളിച്ച ചിരിയിരിക്കുക എന്ന് പറയും. ഉള്ളിൽ അവനെ കൊല്ലാനുള്ള കലിയുണ്ട്, അല്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും നാശായി പോയേ കൊള്ളാമെന്നുണ്ട്, എന്നിട്ടൊരു ആക്കിയൊരു ചിരിയുണ്ട്. ആ ചിരിയല്ല ഈ പറയുന്നത്. അത് ലാഭം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ആ ഒരു വെറുപ്പിൻ്റെ ചിരി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിന് അപകടകരമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കൊരാളോട് വെറുപ്പ്, ഒരാളെ ദേഷ്യപ്പെട്ടിട്ട് അയാളോട് ചുമ്മാ മുഖത്ത് മാത്രം ഒരു ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഇടപാടുണ്ടല്ലോ, ഉള്ളിൽ മൊത്തം മോശമാണ്, വെറുപ്പാണ്. അത്തരക്കാരുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന നമ്മളറിയുന്നില്ല. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, നമ്മൾ ഒരാളോട് വെറുപ്പ് കാണിക്കുമ്പോൾ, അകൽച്ച കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ലാഭമില്ല എന്ന് മാത്രമല്ല, നഷ്ടം ഉണ്ടാകും. അപ്പോൾ ആ ചിരി ആത്മാർത്ഥമാണെങ്കിലോ, നാടകമൊന്നുമല്ല, പറ്റിക്കലല്ല, മനസ്സറിഞ്ഞിട്ട് ചിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിലോ പ്രിയപ്പെട്ടവരെ ഒരുപാട് ലാഭം അതുകൊണ്ട് കിട്ടുക. ഒരു പുണ്യം ചെയ്തു, സ്വതക്ക ചെയ്ത, ദാനം ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഹയാത്താക്കുന്നു. അതോടൊപ്പം പരസ്പര സ്നേഹം ബന്ധങ്ങൾ നിലനിൽക്കാൻ കാരണമാകുന്നു. അതോടൊപ്പം നമ്മളറിയാതെ ഫിസിക്കൽ നമുക്കൊരുപാട് ഉപകാരം കിട്ടുന്നുണ്ട്. നമ്മുടെ തലച്ചോറിൽ നമ്മളൊന്ന് പുഞ്ചിരിക്കുമ്പോൾ, മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കുമ്പോൾ തീർച്ചയായും ചില ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് സയൻസ് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചിരിക്കുമ്പോൾ. 17ഓളം കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ, പേശികളുടെ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന എന്താ, അത് ഉണ്ടാകുമ്പോൾ നമ്മളൊരാളെ നോക്കി പുഞ്ചിരിക്കുക. നമുക്ക് ചിരിക്കാൻ പറ്റിയ ആളാണ്, ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്കുന്നതിലൂടെ മനസ്സറിഞ്ഞിട്ടാണെങ്കിൽ തീർച്ചയായും ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും സന്തോഷമുണ്ടാകാൻ. നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് വന്നു നമ്മുടെ മനസ്സിലേക്ക് വരും, സന്തോഷം ഉണ്ടാകും. അതേപോലെ തന്നെ ഉന്മേഷം ഉണ്ടാകും, നല്ലൊരു ഉഷാറുണ്ടാകും. എന്താ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഈ ഹോർമോണിൻ്റെ എഫക്റ്റാണ്. അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകും. അതേപോലെ മറ്റൊരു ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്ന. ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയോ? തീർച്ചയായും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയും. മാനസിക സമ്മർദ്ദം കൊണ്ട് പിരിമുറുങ്ങി നടക്കുന്ന ആളുകളുണ്ട്, വലിയ മാനസിക പിരിമുറുക്കം, അതൊക്കെ ഒന്ന് റിമൂവ് ആയി പോകും.
നമുക്കൊരു മനസ്സിന് ഒരു സ്വസ്ഥത, സമാധാനം കിട്ടാൻ അതൊരു കാരണമാകും. അതിന് ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ വലിയ ഉപകാരപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ ഹോർമോണാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ. അത് ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ്. പലപ്പോഴും ചില സ്ഥലങ്ങളിൽ ചില ആളുകൾക്ക് അനുഭവം പറയും, ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, അവിടെ മരുന്നില്ലാതെയാണ് ചികിത്സ. ഒരു മരുന്നില്ല, മരുന്നില്ലെങ്കിൽ പിന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമല്ലോ. ഒരു മരുന്നില്ലാതെ ശരീരത്തിൻ്റെ പല വേദനകളും മാറും. നടുവേദന, മുട്ടുവേദനയൊക്കെ മാറുന്ന ഒരു ചികിത്സ നടക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. പലരും കമൻറ്റ് പറയാറുണ്ട്, യഥാർത്ഥത്തിൽ ആ നടക്കുന്ന ചികിത്സ എന്താണെന്നറിയോ? എന്താ ചികിത്സ? അത് മന്ത്രോ മായാജാലമൊന്നുമല്ല. പിന്നെ ഈ ഒരു ഹോർമോണിൻ്റെ യഥാർത്ഥത്തിലുള്ള സപ്പോർട്ട് അവിടെ കിട്ടുന്നത്. കാരണം 100% വരുന്നില്ല, പ്രശ്നമില്ല, ഒരുപാട് ആളുകൾക്ക് മാറ്റമുണ്ടായി എന്നുള്ള ആ മനസ്സിൻ്റെ ഒരു ഉറപ്പ്, അസുമുണ്ടല്ലോ, അതോടുകൂടെ നമ്മൾ ചെന്ന് മുട്ടുമ്പോൾ തീർച്ചയായിട്ടും മരുന്നൊന്നും അവിടെ കാണുന്നില്ല. അവർ നമ്മുടെ വാക്കുകളിലൂടെ നൽകുന്ന ഒരു ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ കാരണമായി അത് യഥാർത്ഥത്തിൽ ഒരു നാച്ചുറൽ പെയിൻ കില്ലറാണ്. നമ്മുടെ വേദനകൾ നീക്കം ചെയ്ത് കളയും. പെട്ടെന്ന് വേദന മാറിയതായിട്ട് നമുക്ക് അനുഭവപ്പെടും യഥാർത്ഥത്തിൽ. എന്നാൽ വലിയ രോഗങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് ആ രോഗത്തിൻ്റെ അടയാളമാണ് ഇവിടെ വേദന വരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നം കൊണ്ടാണ് ഇവിടെ പ്രയാസം ഉണ്ടാകുന്നത്. എന്നാൽ അത് മാറിപ്പോകില്ല. എന്നല്ല, താൽക്കാലികമായി മാറിയാലും ആ രോഗം പ്രശ്നം മാറാതെ വേദന മാറില്ല. തൽക്കാലം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വലിയ വലിയ പ്രയാസങ്ങൾ, രോഗത്തിൻ്റെ അടയാളമല്ലാതെ ആയി കാണുന്ന നമ്മുടെ ചില വേദനകൾ, ചില പ്രയാസങ്ങൾ, അതെല്ലാം ഈ ഹോർമോണിൻ്റെ സഹായത്തോടുകൂടെ റിമൂവ് ആയി പോകും. അങ്ങനെ നാച്ചുറൽ പെയിൻ കില്ലറായിട്ട് പ്രവർത്തിക്കാനൊക്കെ കാരണം. അപ്പോൾ ഈ 3 ഹോർമോണുകൾ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള കാരണം എന്താ? നമ്മൾ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു, മറ്റൊരാൾ കാണുമ്പോൾ പുഞ്ചിരിച്ചു. അത് മനസ്സറിഞ്ഞിട്ടാണ്, സ്നേഹത്തോടെയാണ്, വാത്സല്യത്തോടെയാണ്, ആദരവ്, റെസ്പെക്റ്റോട് കൂടെയാണെങ്കിൽ വലിയ ലാഭം നിനകത്തുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ, മരുന്നില്ലാതെ നമ്മുടെ മാനസിക പ്രയാസങ്ങൾ മാറ്റാനും വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, വേദനകൾ നീക്കം ചെയ്യാനും ഏറ്റവും വലിയ മരുന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സുന്നത്തെ ഹയാത്താക്കാൻ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയാകാനുള്ള നല്ല മനസ്സും, മനസ്സറിഞ്ഞ് കളങ്കമില്ലാതെ നിഷ്കളങ്കമായി ചിരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله